സ്വകാര്യ ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിൽ സ്ഥാപിച്ച മൊബൈൽ ജാമർ കാരണം ദുരിതത്തിലാണ് കോഴിക്കോട് രാമനാട്ടുകരയിലെ നാട്ടുകാരും കച്ചവടക്കാരും. ദേശീയപാത ബൈപ്പാസ് ജംഗ്ഷന് സമീപത്താണ് സ്വകാര്യ സ്ഥാപനത്തിൽ ജാമർ സ്ഥാപിച്ചത്. ഇതോടെ ഫോൺ വിളിയും ഓൺലൈൻ ഇടപാടുകളും നടത്താനാകാതെ നാട്ടുകാർ നട്ടം തിരിയുകയാണ്. രാമനാട്ടുകര നഗരസഭയിലെ 11-18 ഡിവിഷനുകളിലെ നിരവധി വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും ഏതാനും മാസങ്ങളായി മൊബൈൽ ഇന്റർനെറ്റ് ഇടപാടുകൾ താളം തെറ്റിയ നിലയിലാണ്. സ്വകാര്യ ഓൺലൈൻ പരീക്ഷാ കേന്ദ്രത്തിൽ സ്ഥാപിച്ച മൊബൈൽ ജാമറാണ് ദുരിതത്തിന് കാരണം. പരീക്ഷ നടക്കുന്ന ദിവസങ്ങളിൽ മൊബൈൽ ജാമർ ഓണാക്കുന്നതോടെ കുട്ടികളുടെ പഠനവും ഓൺലൈൻ പണമിടപാടുകളും മുടങ്ങുകയാണെന്ന് രക്ഷിതാക്കളും വ്യാപാരികളും പറയുന്നു. അപ്പോൾ രാവിലെ 9 മണി തൊട്ടിട്ട് ഒരു 11-11:30 മണി വരെ നമുക്ക് അവിടെ പ്രശ്നമാണ്. നെറ്റ് കിട്ടൂല, പിന്നെ ഗൂഗിൾ പേ കിട്ടൂല. 2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു നെറ്റ് പരിപാടി നടക്കില്ല. വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നവർക്ക് ജിപേ, ഫോൺ പേ പോലുള്ള പണമിടപാട് ആപ്പുകൾ മുഖേനയും ബാങ്ക് അക്കൗണ്ട് മുഖേനയും പണം കൈമാറുന്നതിന് തടസ്സമാകുന്നത് കച്ചവടത്തെയും സാരമായി ബാധിച്ചിരിക്കുകയാണ്. മുഖ്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എമർജൻസി ആവശ്യത്തിന് ഒരു ആംബുലൻസ് വരെ വിളിക്കാൻ, ഒരു കോൾ ചെയ്യാൻ കിട്ടാത്തൊരു അവസ്ഥയാണ്. മൊബൈലിലൊരു കോള് വന്നാൽ തന്നെ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 3-4 പ്രാവശ്യം കട്ടായിട്ടാണ് ഒരു കോള് മുഴുവനാക്കാൻ കഴിയുന്നത്. സ്വകാര്യ സ്ഥാപനം നിമിത്തമുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ MLA, കളക്ടർ, നഗരസഭ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകി. ഓരോ പരിപാടി അതിൻ്റെ ഉള്ളിൽ കൊണ്ട് തീരണം, അല്ലാതെ പുറത്തേക്ക് പ്രയാസമാണ്. പോലീസിലെ മുനിസിപ്പാലിറ്റി MLA മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പ്രശ്നത്തിനുടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് പ്രദേശവാസികളുടെയും വ്യാപാരികളുടെയും തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.